8086 ഇന്റേണൽ ആർക്കിടെക്ചർ 2 ബ്ലോക്ക് ഉണ്ട്. BIയും Eയും. EAയിൽ എന്തൊക്കെയുള്ളത് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ ക്യൂ, സെഗ്മെന്റ് രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ പോയിന്റർ, അഡ്രസ് ഹെഡർ ഇതൊക്കെയാണ് BIയിലുള്ളത്. EU എന്തൊക്കെയുള്ളത് വെച്ചാൽ കൺട്രോൾ സർക്യൂട്ടറി, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, ALU, പോയിന്റർ ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റർ, ഫ്ലാഗ് രജിസ്റ്റർ ഇതൊക്കെയാണ് EUയിലുള്ളത്. BIU എന്ന് പറഞ്ഞാൽ ബസ് ഇന്റർഫേസ് യൂണിറ്റ്. ഇതിലെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ ദ ബസ് കൺട്രോൾ ലോജിക് ഓഫ് ദി BIU generates all the bus control signals such as read and write signals of memory and input-output. അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ ദിസ് യൂണിറ്റ് ഹാൻഡിൽ ഓൾ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ആൻഡ് അഡ്രസ്സസ് ഓൺ ദി ബസ്സസ് ഫോർ ദി EU. EU എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ യൂണിറ്റ് ആണ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ ഫങ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ഫങ്ഷൻ എന്താ വെച്ചാൽ ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ ഓർ ഡാറ്റ ഫ്രം മെമ്മറി. 2 റൈറ്റ് ദി ഡാറ്റ ടു മെമ്മറി. 3 റൈറ്റ് ദി ഡാറ്റ ടു ദ പോർട്ട്. 4 റീഡ് ഡാറ്റ ഫ്രം ദി പോർട്ട്. അടുത്ത യൂണിറ്റ് EU എക്സിക്യൂഷൻ യൂണിറ്റ്. എക്സിക്യൂഷൻ യൂണിറ്റ് ആൾസോ കോൾഡ് എ ഫങ്ഷണൽ യൂണിറ്റ്. എക്സിക്യൂഷൻ യൂണിറ്റിനെ ഫങ്ഷണൽ യൂണിറ്റ് എന്നു പറയും. എക്സിക്യൂഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ CPUൻ്റെ ഒരു പാർട്ടാണ്. CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഒരു പാർട്ടാണ് എക്സിക്യൂഷൻ യൂണിറ്റ്. ഇതെന്താ പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഓപ്പറേഷനും കാൽക്കുലേഷനുമാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഇനി പറയുന്നത് എക്സിക്യൂഷൻ യൂണിറ്റിൻ്റെ ഫങ്ഷനെ പറ്റിയാണ്. അതിലൊന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ എവിടെ നിന്നാണ് ഇൻസ്ട്രക്ഷൻ ഓർ ഡാറ്റ റിസീവ് ചെയ്യേണ്ടതെന്ന് BIനോട് പറയുന്നത് എന്താ പറയുക EUൻ്റെ ഒരു ഫങ്ഷനാണ്. പിന്നത്തെ ഒരു പോയിന്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുക. അടുത്ത പോയിന്റ് ടു എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻസ്. അടുത്തത് എന്താ വെച്ചാൽ ഫ്യൂച്ചേഴ്സ് ഓഫ് 8086 മൈക്രോപ്രൊസസ്സർ. 8086 മൈക്രോപ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ 16 ബിറ്റുള്ള മൈക്രോപ്രൊസസ്സറാണ് 8086 മൈക്രോപ്രൊസസ്സർ. പിന്നത്തെ പോയിന്റ് എന്താ വെച്ചാൽ ദിസ് മൈക്രോപ്രൊസസ്സർ ഹാഡ് മേജർ ഇംപ്രൂവ്മെൻറ്റ് ഓവർ ദി എക്സിക്യൂഷൻ സ്പീഡ് ഓഫ് 8085. 8085നെക്കാട്ടിലും എന്താ പറയുക കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എക്സിക്യൂഷനിൽ 8086ന്. അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് അവൈലബിൾ ആസ് 40 പിൻ ഡുവൽ ഇൻലൈൻ പാക്കേജ്, അതായത് DIP. ഈ 8086 ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2 മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാനാണ്. ആ 2 മോഡ് ഏതാ വെച്ചാൽ മിനിമം ആൻഡ് മാക്സിമം. ഈ 8086 മൈക്രോ പ്രൊസസ്സറിൽ 29,000 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് അഡ്രസ്സിൻ്റെ റേഞ്ച് തുടങ്ങുന്നത് എവിടെ വെച്ചാൽ 000000H to FFFFFH വരെയാണ്. MD ഇസ്ലാം ഖാൻ. അടുത്തത് ജനറൽ പർപ്പസ് ഓഫ് രജിസ്റ്റേഴ്സ്. ജനറൽ പർപ്പസ് ഓഫ് രജിസ്റ്റേഴ്സ് ആസ് being discrete memory locations within the CPU used to hold temporary data and instruction. Type of general purpose registers. ഇതിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. AX, BX, CX, DX. AX എന്ന് പറഞ്ഞാൽ ദ അക്യുമുലേറ്റർ രജിസ്റ്റർ. അതിൻ്റെ അകത്ത് വരുന്ന പോയിന്റ് എന്താ വെച്ചാൽ അരിത്തമാറ്റിക് ലോജിക് ആൻഡ് ഡാറ്റ ട്രാൻസ്ഫർ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്.
അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ BS ആണ്. BX എന്ന് പറഞ്ഞാൽ ദ ബേസ് അഡ്രസ് രജിസ്റ്റർ. ഇതിൽ പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ BS രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ് രജിസ്റ്റർ ആണ്. ഇറ്റ് യൂഷ്വലി കണ്ടെയ്ൻ എ ഡാറ്റ പോയിന്റർ യൂസ്ഡ് ഫോർ ബേസ്ഡ് ഇൻഡെക്സ്ഡ്. അടുത്ത പർപ്പസ് എന്താ വെച്ചാൽ CX ദ കൗണ്ട് രജിസ്റ്റർ ആണ്. CX എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന യൂണിറ്റ് എന്താ വെച്ചാൽ ഇൻട്രാക്റ്റീവ് കോഡ് സെഗ്മെൻറ്റ്സ് യൂസിങ് ദ ലൂപ്പ് ഇൻസ്ട്രക്ഷൻ. പിന്നെ റിപ്പീറ്റീവ് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്സ് വിത്ത് ദ REP കമാൻഡ്. പിന്നെ തേർഡായിട്ട് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ബിറ്റിൻ്റെ കൗണ്ട് എടുക്കുക ഇത് ഈ പോയിന്റുകളൊക്കെയാണ് CXൽ പറയുന്നത്. ഇനി നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് DX ദ ഡാറ്റ രജിസ്റ്റർ. ഈ ഡാറ്റ രജിസ്റ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനിലെ പോർട്ട് നമ്പർ ആയിട്ട് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് ഡിവിഷൻ. അത് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്. പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ പോയിന്റേഴ്സ് കണ്ടെയ്ൻ ചെയ്യുക പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് പോയിന്റേഴ്സ്. ദ പോയിന്റേഴ്സ് IP BP SB. IP BP SB എന്ന് പറഞ്ഞ പോയിന്റേഴ്സ് യൂസ്വലി കണ്ടെയ്ൻഡ് IPയിൽ കോഡ് സെഗ്മെൻറ്റ്സും BPയിൽ ഡാറ്റ സെഗ്മെൻറ്റ്സും SPയിൽ സ്റ്റാക്ക് സെഗ്മെൻറ്റ്സും കണ്ടെയ്ൻ ചെയ്യുന്നു. പിന്നെ പറയുന്നത് SI എന്ന് പറഞ്ഞാൽ സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്റർ ആണ്. അതിൽ പറയുന്ന പോയിന്റാണ് ക്യാൻ യൂസ്ഡ് ഫോർ പോയിന്റർ അഡ്രസ്സിങ് ഓഫ് ഡാറ്റ. പിന്നത്തെ ഒരു പോയിന്റാണ് ഓഫ്സെറ്റ് ഓഫ് അഡ്രസ് റിലേറ്റീവ് ടു DS. അടുത്ത ഒരു ഇൻഡെക്സ് രജിസ്റ്റർ ആണ് DI എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ. ഇതിൽ പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ പോയിന്റർ അഡ്രസ്സിങ് ഓഫ് ഡാറ്റ. അതുപോലെ തന്നെ ഓഫ്സെറ്റ് ഓഫ് അഡ്രസ് റിലേറ്റീവ് ടു ES. പിന്നെ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ BP എന്ന് പറഞ്ഞാൽ ബേസ് പോയിന്ററാണ് പറയുന്നത്. ഇതിൽ പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ primarily used to access parameters passed by the stack. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ഓഫ്സെറ്റ് ഓഫ് അഡ്രസ് റിലേറ്റീവ് ടു SS. അടുത്തൊരു പോയിന്റാണ് SP സ്റ്റാക്ക് പോയിന്റർ. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഓൾവേസ് പോയിന്റ്സ് ടു ടോപ്പ് ഐറ്റം ഓൺ ദി സ്റ്റാക്ക്. അതുപോലെ തന്നെ ഓഫ്സെറ്റ് അഡ്രസ് റിലേറ്റീവ് ടു SS. ഫഹദ് സർക്കാർ സിയാം. അടുത്ത് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്. ഇൻ 8086/88 ദ പ്രോസസ്സേഴ്സ് ഹാവ് 4 സെഗ്മെൻറ്റ്സ് രജിസ്റ്റർ. 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ എന്താ വെച്ചാൽ കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്, അങ്ങനെയാണ് CS. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റർ DS. മൂന്നാമത്തെ എന്താ വെച്ചാൽ എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ ES. നാലാമത്തെ എന്താ വെച്ചാൽ സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്റർ SS. ഇതിലെന്താ വെച്ചാൽ ഓൾ ആർ 60 ബിറ്റ് രജിസ്റ്റേഴ്സ്. എല്ലാം 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. അടുത്തത് സെഗ്മെൻറ്റ് മെമ്മറി. The memory in an 8086 based system is physical memory organized as segmented memory. അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ the CPU 8086 is able to address 1 MB of memory. പിന്നെ പറയുന്ന പോയിന്റ് എന്താ വെച്ചാൽ the complete physically available memory may be divided into a number of logical segments.
അതിൻ്റെ അകത്തുള്ള എല്ലാ അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ഫിസിക്കലി മെമ്മറീനെ എന്താ പറയുക ഡിവൈഡ് ആയിട്ട് നമ്പർ ഓഫ് ലോജിക്കൽ സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അടുത്തതായിട്ട് നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഏതാ വെച്ചാൽ സി എസിൽ എന്താ പറയുന്നത് വെച്ചാൽ പോയിൻറ്റേഴ്സ് അറ്റ് ദ സെഗ്മെൻറ്റ് കണ്ടെയ്നിങ് ദ കറൻറ്റ് പ്രോഗ്രാം. അടുത്തത് ഡി എസിൽ എന്താ പറയുന്നത് വെച്ചാൽ ജനറലി പോയിൻറ്റേഴ്സ് അറ്റ് സെഗ്മെൻറ്റ് വേർ വേരിയബിൾസ് ആർ ഡിഫൈൻഡ്. അടുത്തത് എന്താ വെച്ചാൽ ഇ എസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ ആണ്. ഇറ്റ് ഈസ് അപ് ടു എ കോഡർ ടു ഡിഫൈൻ ഇറ്റ്സ് യൂസ്. അടുത്ത പോയിൻ്റ് ഏതാ വെച്ചാൽ എസ് എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് വെച്ചാൽ പോയിൻറ്റ്സ് അറ്റ് ദി സെഗ്മെൻറ്റ്സ് കണ്ടെയ്നിങ് ദ സ്റ്റാക്ക്. അഡ്വാൻറ്റേജ് ഓഫ് സെഗ്മെൻറ്റഡ് മെമ്മറി സ്കീം. ഇതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എലോ ദി മെമ്മറി കപ്പാസിറ്റി ടു ബി 1 MB. രണ്ടാമത് പറയുന്ന പോയിന്റ് എലോ ദി പ്ലേസിംഗ് ഓഫ് കോഡ് ഡാറ്റ ആൻഡ് സ്റ്റാക്ക് പോർഷൻ ഓഫ് ദി സെയിം പ്രോഗ്രാം ഇൻ ഡിഫറെൻറ്റ് പാർട്സ്. മൂന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ പെർമിറ്റ്സ് എ പ്രോഗ്രാം ടു ബി പുട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ഏരിയ. പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ സ്പെഷ്യൽ പർപ്പസ് ഓഫ് രജിസ്റ്റർ. ഇതിൻ്റെ അകത്ത് IP കുറിച്ചാണ് പിന്നെയും പറയുന്നത്. IP എന്ന് പറഞ്ഞാൽ ദ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ. അതിലൊന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ ഓൾവേസ് പോയിൻറ്റ്സ് ടു നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ ഓഫ് സെറ്റ് അഡ്രസ് റിലേറ്റീവ് ടു CS. പിന്നെ വേറെ പോയിന്റ് എന്താ വെച്ചാൽ IP രജിസ്റ്റർ ഓൾവേസ് വർക്ക്സ് ടുഗദർ വിത്ത് CS സെഗ്മെൻറ്റ് രജിസ്റ്റർ ആൻഡ് ഇറ്റ് പോയിൻറ്റ്സ് ടു കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. ഫ്ലാഗ് രജിസ്റ്റേഴ്സ്. The 8086 flag register contents indicate the results of computation in the ALU. It also contains some flag bits to control the CPU operations. A 60 flag register is used in 8086. It is divided into 2 parts. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ 8086 മൈക്രോ പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്നത് 16 ഫ്ലാഗ് രജിസ്റ്റർ ആണ്. ഇത് എന്താ പറയുക 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് എന്താ വെച്ചാൽ കണ്ടീഷൻ കോഡ് ഓർ സ്റ്റാറ്റസ് ഫ്ലാഗ്സ്. രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ്. ഇതിൽ കണ്ടീഷൻ കോഡ് ഓർ സ്റ്റാറ്റസ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ദ കണ്ടീഷൻ code flag register is the lower byte of the 60 bit flag register. പിന്നെ മെഷീൻ കൺട്രോൾ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ദ കൺട്രോൾ ഫ്ലാഗ് രജിസ്റ്റർ ഈസ് ദ ഹൈ ബൈറ്റ് ഓഫ് ദി ഫ്ലാഗ് രജിസ്റ്റർ. ഇറ്റ് കണ്ടെയ്ൻ 3 ഫ്ലാഗ് നെയിം എന്താ വെച്ചാൽ ഡയറക്ഷൻ ഫ്ലാഗ്, ഇൻറപ്റ്റ് ഫ്ലാഗ് ആൻഡ് ട്രാപ്പ് ഫ്ലാഗ്. മെഷീൻ കൺട്രോൾ ഫ്ലാഗ് മെയിനായിട്ട് ഈ 3 ഫ്ലാഗാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇൻ EU the 8086 contains 16-bit flag register. 9 of the 16 are active flags and remaining 7 are undefined. എന്താന്ന് പറഞ്ഞാൽ EU 8086ൽ 16-bit ഫ്ലാഗ് രജിസ്റ്റർ ആണുള്ളത്. അതിൽ തന്നെ 9 എണ്ണം ആക്റ്റീവ് ഫ്ലാഗ്സും ബാക്കിയുള്ള 7 എണ്ണം അൺഡിഫൈൻഡും ആണ്. ഇതിലുള്ള അടുത്ത പോയിൻ്റാണ് 6 ഫ്ലാഗ്സ് ഇൻഡിക്കേറ്റ് സം കണ്ടീഷൻ. 6 ഫ്ലാഗ്സ് സം കണ്ടീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
സ്റ്റാറ്റസ് ഓർ കണ്ടീഷണൽ ഫ്ലാഗ്സ് എന്നാണ് അതിന് പറയാൻ തോന്നുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ 3 ഫ്ലാഗ്സ്, അതായത് കൺട്രോൾ ഫ്ലാഗ്സ് ആണ് ആ 3 ഇതിൻ്റെ കൺക്ലൂഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ, hence we conclude that registers are one of the important components of a processor, and for the storage of data, their memory location during the execution of program, we use it. പിന്നെന്താ വെച്ചാൽ, ദിസ് രജിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ബൈ 8086 മൈക്രോപ്രൊസസ്സറിൽ ടു സ്റ്റോർ ഡാറ്റ ഓഫ് 16 ബിറ്റ്. ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ.